നേതൃത്വത്തിലെത്തുവാൻ എല്ലാവർക്കും താല്പര്യമാണ്. നേതൃത്വത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഏത് ഹീനമാർഗവും സ്വീകരിക്കാൻ തെല്ലും മടിയില്ലാത്ത അനേകർ ഉണ്ട് താനും. നേതൃത്വം കഴിവുറ്റതാണെങ്കിൽ അത് ആ സമൂഹത്തിന് മൊത്തത്തിലും നേതാവിന് പ്രത്യേകിച്ചും കീർത്തിയും നേട്ടവും ഉണ്ടാക്കും. എന്നാൽ തെറ്റായ നേതൃത്വം വഴി ഉണ്ടാകാവുന്ന നാശത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫറവോൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മിസ്രൈം രാജാക്കന്മാർ എല്ലാവരും തങ്ങളുടെ സമ്പത്തിലും സൈന്യബലത്തിലും അഹങ്കരിച്ചവരായിരുന്നു. തങ്ങളുടെ ഭൗതിക സമൃദ്ധി മൂലം ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതിന് അവൻ ആരെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഫറവോന്മാർ എത്തിയിരുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം മിസ്രൈമിൻ്റെയും ഫറവോൻ്റെയും ന്യായവിധി പ്രവാചകങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. എസ്കേൽ പ്രവചനം 31, 32 അധ്യായങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 31, 32 അധ്യായങ്ങളിൽ പരാജയപ്പെട്ട നേതൃത്വത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ ഫറവോൻ്റെ അനുഭവം നമുക്ക് കാണാവുന്നതാണ്. യെഹെസ്കേൽ പ്രവചനം 29 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ മിസ്രൈമിനെതിരെയുള്ള ന്യായവിധികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കണ്ടു. ഈ 4 അധ്യായങ്ങൾ മാത്രമല്ല യെശയ്യാവ്, യിരെമ്യാവ്, ചെറിയ പ്രവാചകന്മാർ ഇവരുടെ പുസ്തകങ്ങളിലും മിസ്രൈമിനെക്കുറിച്ചുള്ള ദൂതുകൾ നാം കാണുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് മിസ്രൈം, ഈജിപ്റ്റ്. മിസ്രൈം ഇന്നും ഇസ്രായേലിൻ്റെ ദേഹത്തെ ഒരു മുള്ളുപോലെയായിരിക്കുന്നു എന്നത് തികച്ചും വിരോധാഭാസമായിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 31 അധ്യായത്തിൽ മിസ്രൈം രാജാവായ ഫറവോൻ്റെ വീഴ്ചയെ നാം കാണുന്നു. ഇത് വിവരിച്ചിരിക്കുന്നത് ദൃഷ്ടാന്ത രൂപത്തിലാണ്. ഫറവോനെയും അവൻ്റെ പ്രജകളെയും ഇത് പ്രതിനിധീകരിക്കുന്നു. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, 31 അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രൈമിലെ ഫറവോയുടെ വലിമയെയും മഹത്വത്തെയും വിവരിക്കുന്നു. പിന്നെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വൃക്ഷത്തിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ മിസ്രൈമിൻ്റെ വീഴ്ചയാണ് വിവരിച്ചിരിക്കുന്നത്. ഇനി 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വൃക്ഷത്തിൻ്റെ വീഴ്ചയിലുള്ള വിലാപവും അതുമൂലം ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഉയർന്നു വന്ന നടുക്കത്തെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം എത്ര പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണെന്ന് നിങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ പുസ്തകം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, ദൈവം വിശുദ്ധനാകുന്നു എന്നും താൻ പാപത്തെ ന്യായം വിധിക്കുമെന്നും വെളിപ്പെടുത്തുന്ന പുസ്തകമാണിത്. ഇപ്പോൾ ദൈവം കരുണാസമ്പൂർണനാണ്, അവൻ ദയയുള്ളവനാണ്. മനുഷ്യവർഗത്തെ അവൻ സ്നേഹിക്കുന്നു. ആരും നശിച്ചു പോകാതെ മനുഷ്യകുലം മുഴുവൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം പാപത്തെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു എന്ന് നാം കാണുന്നു. അവിടുന്ന് അതിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ അവിടുത്തെ ഔദാര്യമായ വാഗ്ദാനത്തെ നിരസിക്കുന്നുവെങ്കിൽ അവിടുത്തെ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇസ്രായേലിന് സംഭവിച്ചത് അതായിരുന്നു. മിസ്രൈമിന് സംഭവിച്ചത് അതായിരുന്നു. തനിക്ക് ലഭിച്ച വെളിച്ചത്തിൻ്റെ ആ അടിസ്ഥാനത്തിലായിരുന്നു മിസ്രൈം ന്യായം വിധിക്കപ്പെട്ടത്. മിസ്രൈമിന് വളരെയധികം ദൈവിക വെളിച്ചം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നോർക്കണം. ഫറവോൻ്റെ വലിമയെയും മഹത്വത്തെയും വിവരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 31 അധ്യായത്തിൻ്റെ 2 വാക്യം, യെഹെസ്കേൽ പ്രവചനം 31 അധ്യായത്തിൻ്റെ 2 വാക്യം. മനുഷ്യപുത്ര, നീ മിസ്രൈം രാജാവായ ഫറവോനോടും അവൻ്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? മിസ്രൈമിൻ്റെ ഔന്നത്യത്തെ ദൈവം അംഗീകരിച്ചു. മിക്കവാറും 2 സഹസ്രാബ്ദത്തോളം ഈ വിശാല സാമ്രാജ്യം ലോകത്തിന്മേൽ ആധിപത്യം നടത്തിയിട്ടുണ്ട് ഈജിപ്റ്റ്. മിസ്രൈം ലോകത്തിൻ്റെ അപ്പത്തൊട്ടിയായിരുന്നു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്.
കാരണം അതിന് മഴയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടെ ധാന്യവിളകളെ നനയ്ക്കേണ്ടതിനായി നൈൽ നദി വളരെ ഓരോ വർഷവും കര കവിഞ്ഞൊഴുകുമായിരുന്നു. ഭയങ്കരമായുള്ള ധാന്യവിളകൾ അവിടെ അന്ന് ലഭ്യമായിരുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നു 31:3, അശൂർ ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. അതിൻ്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. ദൈവം പറയുകയാണ്, വടക്കുള്ള ആ വലിയ രാഷ്ട്രമായ അശൂർ, അതിനെ ഞാൻ ദേവദാരുവിനോട് ഉപമിക്കുന്നു എന്ന്. ഒരു വനത്തിൽ ഒന്നിൽ കൂടുതൽ മരങ്ങളുണ്ട് എന്നത് തീർച്ചയാണ്. കാരണം ഒരു മരം മാത്രമായാൽ അത് വനമാകില്ലല്ലോ, കാടാകില്ലല്ലോ. അശൂർ മറ്റ് മരങ്ങൾക്ക് മീതെ വളർന്ന അവയൊക്കെ തൻ്റെ കീഴിലാക്കിയ ഒരു വലിയ വനമായിരുന്നു. എന്നാൽ അശൂരിനെ ദൈവം താഴെയിട്ടു. ഈ സന്ദേശം ഫറവോനും അവൻ്റെ ജനത്തിനും കിട്ടേണ്ടിയിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഫറവോയും ഒരു വലിയ വൃക്ഷമാണ്, എല്ലാറ്റിനെയും അവൻ കീഴടക്കിയിരിക്കുന്നു. മിസ്രൈമിലെ ജനങ്ങൾ ഉന്നതരാണ്, എന്നാൽ ഇപ്പോൾ അവരൊക്കെയും താളടിയാകുവാൻ പോവുകയാണ്. 29-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ മിസ്രൈം ഒരു ഹീനരാജ്യമാകുവാൻ പോകുന്നു. അതെ, 2000 വർഷത്തോളമായി ഇന്ന് അതൊരു ഹീനരാഷ്ട്രമായി തുടരുന്നു. അതൊരിക്കലും ഇനിയും ഒരു ലോക സാമ്രാജ്യം, ലോകശക്തിയായി തീരില്ല. ഇനിയും ഫറവോൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 31-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 31:10, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി അതിൻ്റെ ഹൃദയം തൻ്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന പ്രയോഗം വീണ്ടും കാണുന്നു. ഈ അധ്യായത്തിൻ്റെ വിഭജനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് ഫറവോ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗർവിൽ ഉയരുന്നതാണ് നാം കാണുന്നത്. നോക്കുക, ഗർവ് അല്ലെങ്കിൽ അഹങ്കാരം മനുഷ്യ ഹൃദയത്തിലാണ്. ഫറവോന് തൻ്റെ അപകടത്തിൻ്റെ അവസ്ഥ കാണാൻ കഴിയാതെ വണ്ണം ഉന്നതഭാവം അവൻ്റെ കണ്ണുകളെ മൂടിയിരിക്കുന്നു. അതിൻ്റെ ഫലം എന്താകുന്നു എന്ന് നോക്കുക. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനോട് ഇടപെടും, അതിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, അവൻ ആകെ നശിപ്പിക്കപ്പെടുമെന്ന്. ചരിത്രത്തിൽ ഒരു പ്രത്യേക സമയത്തെ രാഷ്ട്രങ്ങളിൽ മഹാശക്തനായവൻ ആരാണെന്നറിയാമോ? നെബൂഖദ്നേസർ. അതെ, ബാബേൽ രാജാവ്. ഇവിടെ സാത്താനെക്കുറിച്ചാണ് എഹെസ്കേൽ പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം വർഷങ്ങളായി സാത്താൻ മിസ്രൈമിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് സാത്താൻ അതിനെ തോൽപ്പിക്കാൻ വരും എന്ന് പറയുന്നത് തീരെ പുതുമയുള്ള കാര്യമല്ല, അതൊട്ടും യുക്തിക്ക് നിരക്കുന്നതല്ല. ഈ ബലവാനായവൻ നെബൂഖദ്നേസർ തന്നെയായിരുന്നുവോ എന്ന കാര്യം ഉറപ്പാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുക. ദാനിയേൽ നെബൂഖദ്നേസറിനോട് പറഞ്ഞ ആ കാര്യം ഓർക്കുന്നില്ലേ? നീ ആകുന്നു സ്വർണ്ണത്തല, ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ആരെക്കുറിച്ചാണ് ദൈവം ഇത് പറയുന്നത്? മിസ്രൈമിലെ ഫറവോനെക്കുറിച്ച് തന്നെ. ദൈവം അവനോട് ഇടപെടാൻ പോകുകയാണ്. അവൻ്റെ ദുഷ്ടത നിമിത്തം ദൈവം അവനെ പുറത്ത് തള്ളിയിടാൻ പോകുന്നു. ഇനി 12-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 31-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു, അതിൻ്റെ കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു, അതിൻ്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്ത് ഒടിഞ്ഞു കിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിൻ്റെ തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. ലോകശക്തിയായിരുന്ന ഈജിപ്റ്റ് വെട്ടിയിട്ടതുപോലെ നിലം പതിക്കാൻ പോകുന്നു. കാരണം അതിൻ്റെ ഗർവ്, നിഗളം, അതിൻ്റെ ദുഷ്ടത, അതിൻ്റെ വീഴ്ച ലോകത്തിനൊരു നടുക്കമായിരിക്കും. ബൈബിളിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഇനി നാം കാണുവാൻ പോകുന്നത്. നിങ്ങൾ ദൈവവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുന്നു എങ്കിൽ
ഇവിടെ അല്പസമയം ചെലവഴിക്കുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കട്ടെ. 31-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പുടുപ്പിച്ച് കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചു പോയി. ഇവിടെ പാതാളം എന്ന ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഷിയോൾ എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഷിയോൾ, പരാജയത്തിലേക്കും മരണത്തിലേക്കും താണുപോകുവാനിരിക്കുന്ന ഫറവോനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഷിയോൾ എന്നതിന് ശവക്കുഴി എന്നും അന്ന് അർത്ഥം കൽപ്പിച്ചിരുന്നു. എന്നാൽ ഷിയോൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അദൃശ്യലോകം, അറിയപ്പെടാത്ത സ്ഥലം, അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ വാസസ്ഥലം എന്നൊക്കെയാണ്. കേവലം മൃതശരീരം മറവ് ചെയ്യുന്ന കല്ലറ എന്നതല്ല അവിടുത്തെ അർത്ഥം. മരണശേഷം ആത്മാക്കൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമാണത്. ഇതേക്കുറിച്ച് ശലോമോൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ശരീരം മണ്ണിൽ മടങ്ങിച്ചേരുന്നു, എന്നാൽ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മനുഷ്യ ശരീരം ഈ ലോകത്തിൽ വെറും പൊടി മാത്രമാണ്. മനുഷ്യനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. 103-ാം സങ്കീർത്തനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ ലോക ജീവിതത്തിൽ നാം എത്ര നിസ്സാരന്മാരാണെന്നറിയാമോ? ആരെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയല്ല, നാം നിസ്സാരന്മാരാണ്. എങ്കിലും നാം എത്രയധികം വമ്പ് പറയാറുണ്ട്, എത്ര ആത്മപ്രശംസ നടത്താറുണ്ട്. അടുത്ത ശ്വാസം എടുക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ദൈവത്തോട് നാം എത്ര ആശ്രയത്വം ഉള്ളവരായിരിക്കേണ്ടതാണ്. ചിലപ്പോൾ നാം പൊടിയാകുന്നു എന്ന കാര്യം നാം അങ്ങ് മറന്നുപോകും, ഇല്ലേ? പൊടിയിൽ തന്നെ പറ്റിപ്പിടിച്ചാൽ അതെന്താകുമെന്നറിയാമോ? അത് ചെളിയാകും. ഒരു കാര്യം നാം ഓർക്കണം, നാം എത്രമാത്രം നമ്മിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുവോ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവോ, നാം എന്നത് മാത്രം ഓർക്കുന്നുവോ, അപ്പോൾ പൊടിയോട് ചേർന്ന് ചെളിയാകുകയാണ്, വെറും ചെളിയാകുകയാണ്. നമ്മുടെ ശരീരത്തെ മണ്ണിൽ വെച്ചാൽ അത് പൊടിയിലേക്ക് ചേരും. നമ്മൾ ആർക്കും പുഴുവരിക്കാത്ത, ദ്രവിച്ചു പോകാത്ത ശരീരങ്ങളില്ല. പൊടിമേനി എന്നോ പുഴുമേനി എന്നോ ഒക്കെ വിശേഷിപ്പിക്കാനേ ഈ ശരീരത്തിന് വിലയുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ശരീരം ഉറങ്ങുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ഭൗതിക ശരീരം ഉറങ്ങുകയാണ് എന്നത്രേ. നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ പോകുന്നത് എവിടേക്കാണ്? അവരും പോകുന്നത് ഷിയോളിലേക്കാണ്, അദൃശ്യ ലോകത്തിലേക്ക്, അതെ, പാതാളത്തിലേക്ക്. ഒരു ഉപമയിലൂടെ നാം അത് അറിഞ്ഞിട്ടുണ്ട്. വെറും ഉപമയാണ് എന്ന് അതിനെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ജീവിത കഥ തന്നെയാണത്. മരിച്ചുപോയ 2 മനുഷ്യരെക്കുറിച്ചുള്ള കഥ ഓർക്കുന്നില്ലേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ആ സംഭവം. പാതാളം 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നത്രേ അതിൽ വ്യക്തമാക്കുന്നത്. ഒന്നിന് യാതനാസ്ഥലം എന്നും മറ്റേതിന് അബ്രഹാമിൻ്റെ മടി എന്നും. 2-ാമത്തെ ഭാഗത്തിന് പറയുന്നത് അബ്രഹാമിൻ്റെ മടി എന്നാണ്. അവിടെയാണ് യാചകൻ മരിച്ചപ്പോൾ അവൻ എത്തിച്ചേർന്നത്. ലാസർ മരിച്ചപ്പോൾ എത്തിച്ചേർന്നത് അവിടെയാണ്. യാതനാസ്ഥലം എന്നത് നരകമെന്നോ തീപ്പൊയ്കയെന്നോ തെറ്റിദ്ധരിക്കരുത്. പുതിയ നിയമത്തിൽ പറയുന്ന നരകമല്ല ഈ യാതനാസ്ഥലം. ഇത് നാം പ്രത്യേകം ഓർക്കണം. മിക്കവാറും മരിച്ചുപോയവർക്കുള്ള താൽക്കാലിക വസതിയായിരുന്നു പാതാളം. കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തപ്പോൾ പർദീസ എന്നോ അബ്രഹാമിൻ്റെ മടി എന്നോ വിളിക്കപ്പെട്ടിരുന്ന പാതാളത്തിൻ്റെ ഈ ഭാഗം അവൻ ശൂന്യമാക്കിയിട്ടുണ്ട് എന്ന് നാം വായിക്കുന്നു. അബ്രഹാമിൻ്റെ മടിയിൽ ഇരുന്നവർ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്
അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു. എന്നാൽ യാതനാസ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലം ശൂന്യമാക്കപ്പെട്ടിട്ടില്ല. വലിയ വെള്ളസിംഹാസനത്തിന് മുൻപിൽ അന്ത്യ ന്യായവിധിക്ക് സകലരും നിൽക്കേണ്ടി വരുന്ന സമയം വരെയും യാതനാസ്ഥലം ശൂന്യമാക്കപ്പെടുകയില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഫറോ പാതാളത്തിലേക്ക് പോകുന്നു എന്ന് യെഹെസ്കേൽ പറയുന്നതിനെ ശ്രദ്ധിക്കുക. ഓർക്കുക, ഫറവോൻ്റെ ശരീരത്തെക്കുറിച്ചല്ല ദൈവം പറയുന്നത്. ശവക്കുഴി മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങുന്നു. എന്നാൽ മനുഷ്യൻ്റെ ആ ഭൗതിക ഭാഗം, അതായത് അവസാനമില്ലാത്ത ആത്മാവ്, അത് പാതാളത്തിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അത് നിമിത്തം ലെബാനോനെ ഞാൻ കറുപ്പുടുപ്പിച്ചു എന്ന് നാം വായിച്ചു. അതെ, അവൻ മരിച്ചപ്പോൾ, ഫറോ മരിച്ചപ്പോൾ ലോകം മുഴുവനും വിലാപം കഴിച്ചു എന്ന് ഫൊയ്നീക്കയിലെ ഒരു രാഷ്ട്രമായിരുന്ന ലെബാനോൻ വരെ വലിയ വിലാപം ഉയർന്നിരുന്നു എന്ന് നാം കാണുന്നു. മിസ്രയീം തകർന്നു വീണപ്പോൾ ലോകരാഷ്ട്രങ്ങൾ വിലപിച്ചു. അവയൊക്കെയും മിസ്രൈമിനെ ആശ്രയിച്ചിരുന്നു. അവരുടെ സാമ്പത്തിക നില അടിസ്ഥാനപ്പെട്ടിരുന്നത് മിസ്രൈമിലായിരുന്നു. അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾ അതിനെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോഴിതാ അതൊക്കെ തകിടം മറിഞ്ഞിരിക്കുന്നു. എന്തൊരു ചിത്രമാണല്ലേ? 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിൻ്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. ഇപ്പോഴിതാ ആ മരം, അതെ, ഫറവോനെ പ്രതിനിധീകരിക്കുന്ന മരം താഴെ വീണിരിക്കുന്നു. ഫറവോൻ എവിടേക്ക് പോകും? പാതാളത്തിലേക്ക്. അവിടെ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നോക്കുക. 18-ാം വാക്യം, 31-ന്റെ-18 നാം കാണുന്നത്, അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നിഹിതന്മാരായവരോടുകൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവൻ്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അവൻ ചിലത് അവിടെ കണ്ടെത്തിയിരിക്കുന്നു. മരണത്തിന് സ്ഥിതി സമത്വമുണ്ട്. നാം എത്ര ശ്രമിച്ചിട്ടും ശരിയാകാത്ത സോഷ്യലിസം അല്ലെങ്കിൽ സമത്വത്തെക്കുറിച്ച് നാം ഇന്ന് ധാരാളം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ പണക്കാരനെയും പാവപ്പെട്ടവനെയും കറുത്തവനെയും വെളുത്തവനെയും പുരുഷനെയും സ്ത്രീയെയും സമൂഹത്തിൽ ഉന്നതരെയും താഴെക്കിടയിലുള്ളവരെയും തമ്മിൽ ഇണക്കാൻ മരണത്തെപ്പോലെ കഴിയുന്ന മറ്റെന്താണുള്ളത്? ജീവിച്ചിരിക്കുമ്പോൾ മുതലാളിയുടെ മുൻപിൽ ഒച്ചാനിച്ച് നിൽക്കുന്നവനാണ് പണിക്കാരൻ, അവൻ്റെ തൊഴിലാളി. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരെയും ഒറ്റക്കുഴിയിലിട്ടാലും ഒരു കുഴപ്പവുമില്ല. ഈ മരിച്ചവർ രണ്ടും എതിർക്കില്ല. ഒരുപക്ഷെ വീട്ടിലുള്ളവർ എതിർത്തു എന്ന് വന്നേക്കാം. ഈ മരിച്ചവർക്ക് യാതൊരു പരാതിയുമില്ല. മരണം എല്ലാവരെയും ഒരേ നിലയിലാക്കുന്നു. അത് കുഴിയിൽ മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ആത്മാവിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരാൾ എന്നോട് പറഞ്ഞു, മൃഗങ്ങളെപ്പോലെ തന്നെ മനുഷ്യനും മരിക്കുന്നു, അതോടെ അവൻ തീരുന്നു എന്ന്. മരണത്തിന് ശേഷം പിന്നെ ഒരു ജീവിതമേ ഇല്ല എന്നായിരുന്നു അയാളുടെ വാദം. കൊള്ളാം. പാതാളത്തിൽ ചെന്ന് ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചവരെ എല്ലാം കണ്ട് ആ മനുഷ്യൻ ആശ്ചര്യപ്പെടാൻ പോവുകയാണ്. അവർ അവിടെ ഒരേ നിരയിലായിരിക്കും, സമ്പൂർണ്ണ സമത്വത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരുടെ എല്ലാം ആത്മാക്കൾ അവിടെ ഉണ്ടായിരിക്കും. അവർ പാപികളായതുകൊണ്ട് മാത്രമല്ല, പിന്നെയോ രക്ഷകനായ ക്രിസ്തുവിനെ ത്യജിച്ചു എന്ന പാപമാണ് മനുഷ്യരെ പാതാളത്തിലേക്ക്, ഒടുവിൽ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലെ ന്യായവിധിയിലേക്ക്, തീപ്പൊയ്കയിലേക്കൊക്കെ തള്ളിവിടുന്നത്.
കർത്താവായ യേശുക്രിസ്തു തന്നെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ്, തന്നിൽ വിശ്വസിക്കാത്തതത്രേ അവരുടെ പാപം എന്ന്. കർത്താവിൽ വിശ്വസിക്കാതിരിക്കുക എന്നത് എത്ര ഭയങ്കരമാണ്. ഇനി നമുക്ക് യെഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായത്തിലേക്ക് വരാം. 32-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, ജാതികളിൽ ബാലസിംഹമായുള്ളവേ, നീ നശിച്ചിരിക്കുന്നു. നീ കടലിലെ നക്രം പോലെയായിരുന്നു. നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെ കൊണ്ട് നിൻ്റെ മേൽ എൻ്റെ വലയെ വീശിക്കും. അവർ എൻ്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും. അതായത് സിംഹവും മുതലയും മിസ്രൈമ്യരുടെ ദൈവങ്ങളായിരുന്നു. അവർ അവയെ ആരാധിച്ചിരുന്നു. അവർ എൻ്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും എന്ന് നാം വായിച്ചല്ലോ. ദൈവം പറയുമ്പോൾ അവൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ നൈൽ നദിയിൽ നിങ്ങൾ വലയിറക്കി മീൻ പിടിക്കുന്നില്ലേ, അതുപോലെ ഈ നൈൽ നദിയിലെ മഹാനക്രമേ, ഞാൻ നിന്നെ പിടിക്കാൻ പോവുകയാണെന്നത്രേ. നിനക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ നിന്നെ മാറ്റാൻ പോകുന്നു എന്നത്രേ ദൈവം പറയുന്നത്. 11-ാം വാക്യത്തിൽ നാം കാണുന്നത് 32:11, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേൽ രാജാവിൻ്റെ വാൾ നിൻ്റെ നേരെ വരും. ബാബേൽ രാജാവ് മിസ്രൈമിനെ പിടിച്ചടക്കും എന്ന് ദൈവം പറഞ്ഞു. ഫറോ വീണുപോയി. അവൻ്റെ കിടപ്പ് എവിടെയെന്ന് നോക്കുക. 18ഉം 19ഉം വാക്യങ്ങളിൽ, നീ മിസ്രൈമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് തള്ളിയിടുക. സൗന്ദര്യത്തിൽ നീ ആരെക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു. നീ ഇറങ്ങിച്ചെന്ന് അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക. ഇവിടെ ഇതാ അവൻ ചിലരെ കണ്ടുമുട്ടുന്നു. 22-ാം വാക്യത്തിൽ അത് വിവരിക്കുന്നുണ്ട്. 22-ൽ അവിടെ അശൂരും അതിൻ്റെ സർവ്വ സമൂഹവുമുണ്ട്. അവൻ്റെ ശവക്കുഴികൾ അവൻ്റെ ചുറ്റും കിടക്കുന്നു. അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണവർ തന്നെ. അതുമാത്രമല്ല, വേറെയും ചിലരെ അവൻ അവിടെ കണ്ടു. 23-ാം വാക്യത്തിൽ, അവരുടെ ശവക്കുഴികൾ പാതാളത്തിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്നു. അതിൻ്റെ സമൂഹം അതിൻ്റെ ശവക്കുഴിയുടെ ചുറ്റും ഇരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണിരിക്കുന്നു. 24-ാം വാക്യത്തിൽ, അവിടെ ഏലാമും അതിൻ്റെ ശവക്കുഴിയുടെ ചുറ്റും അതിൻ്റെ സകല പുരുഷാരവുമുണ്ട്. അവർ എല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണ് അഗ്രചർമ്മികളായി ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരത്തിയെങ്കിലും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ വഹിക്കുന്നു. ശരീരങ്ങൾ ശവക്കുഴികളിൽ വെച്ച്, പക്ഷേ അവരൊക്കെയും ഒരു സ്ഥലത്ത് തന്നെ ചെന്നെത്തിയിരിക്കുന്നു, പാതാളത്തിൽ, അദൃശ്യ ലോകത്തിൽ. നഷ്ടപ്പെട്ടവരുടെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവരുടെ ഈ സ്ഥലത്തിന് യാതനാസ്ഥലം എന്നത്രേ കർത്താവ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന ഭാഗത്തെ അബ്രഹാമിൻ്റെ മടി എന്ന് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് ക്രൂശിൽ വെച്ച് മാനസാന്തരപ്പെട്ട കള്ളനോട് പറഞ്ഞപ്പോൾ അതിനെ പർദീസ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. പാതാളത്തിൽ ഫറവോൻ കണ്ട മറ്റ് ചിലർ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ മേശക്കും തുബലും അതിൻ്റെ സകല പുരുഷാരവുമുണ്ട്. അതിൻ്റെ ശവക്കുഴികൾ അതിൻ്റെ ചുറ്റുമിരിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയിരിക്കിയാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായിരിക്കുന്നു. ഏദോമും അവിടെ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. 29-ാം വാക്യത്തിൽ, അവിടെ ഏദോമും അതിൻ്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരുമുണ്ട്. അവർ തങ്ങളുടെ വല്ലഭത്വത്തിൽ വാളാൽ നിഹിതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു. അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് ഒടുവിലത്തെ വാക്യമാണല്ലോ, ഞാനല്ലോ അവൻ്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത്. ഫറവോനും അവൻ്റെ പുരുഷാരമൊക്കെയും വാളാൽ നിഹിതന്മാരായവരോടുകൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പാതാളം എന്ന് വിളിക്കപ്പെടുന്ന അദൃശ്യ ലോകത്തെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമേ യെഹെസ്കേൽ ഇവിടെ നമുക്ക് തരുന്നുള്ളൂ. ഓർക്കുക, ഈ സ്ഥലത്തിൻ്റെ ഒരു ക്ഷണിക വീക്ഷണം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് വെച്ച്
ഒരു ദൈവശാസ്ത്രം മെനയുവാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അദൃശ്യ ലോകത്തെക്കുറിച്ച് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കേവലം ചെറിയ ഒരു ഒളിഞ്ഞുനോട്ടം മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം കാണാൻ മാത്രമേ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് മിസ്രയീം, അതിൻ്റെ നേതാവായ ഫറോ, അവരുടെ ന്യായവിധി ഇതിലൂടെ എത്ര വലിയ മുന്നറിയിപ്പാണ് ദൈവം ലോകത്തിന് നൽകുന്നത്. ദൈവപൈതലായ നിങ്ങൾക്കും ഇത് മുന്നറിയിപ്പായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതെ, ലോകരാഷ്ട്രങ്ങൾ, അതിശക്തരായ ആളുകൾ ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം അവരോട് കാണിച്ച അതേ മനോഭാവം നമ്മോടും കാണിക്കും. പക്ഷേ നമുക്കൊരു വലിയ വിടുതലുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ നീതീകരിക്കുന്നു. ഫറവോനുണ്ടായ അനുഭവം, അശൂര്യ രാജാവിനുണ്ടായ അനുഭവം, സോരിലെ രാജാവിനുണ്ടായ അനുഭവം നമുക്കുണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനായി വന്ന് അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കുന്നവനാണ്. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിരവധി നൂറ്റാണ്ടുകൾ ലോക സാമ്രാജ്യ ശക്തിയായി വിരചിച്ചിരുന്ന മിസ്രൈമിൻ്റെ അഹങ്കാരവും ദുഷ്ടതയും നിമിത്തമാണ് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം ആ രാജ്യത്തിന്മേൽ വന്നത്. ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ തന്നെ ഒരുവൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞു. പാതാളത്തിലേക്കുള്ള മിസ്രൈമ്യരുടെ യാത്ര ഔന്നത്യങ്ങളിൽ വിരാജിക്കുന്ന സകലരുടെയും കണ്ണു തുറപ്പിക്കുവാൻ മതിയായതാകുന്നു.